അപ്പോൾ നമുക്ക് അനീഷ് ജോർജിന്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്കൊക്കെ പോകാം. വൈകിട്ട് 3-ന് പള്ളിമുക്ക് ലൂർദ് മാതാ പള്ളിയിലാണ് സംസ്കാരം നടക്കുക. SIR പ്രവർത്തനങ്ങളിലെ സമ്മർദ്ദമാണ് അനീഷിനെയും ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണ് കുടുംബത്തിന്റെ പരാതി. BLOയുടെ ആത്മഹത്യയിൽ സംസ്ഥാനത്തെ BLOമാർ ഇന്ന് ജോലി ബഹിഷ്കരിച്ച് പ്രതിഷേധിക്കും. NGO യൂണിയനും ജോയിന്റ് കൗൺസിലും അധ്യാപക സംഘടനകളും പ്രതിഷേധത്തിനിറങ്ങും. ചീഫ് ഇലക്ടറൽ ഓഫീസിലേക്കും കലക്ടറേറ്റുകളിലേക്കും ഇന്ന് പ്രതിഷേധ മാർച്ചും നടത്തും. ബിജീഷ് ഗോവിന്ദനും സഫ്വാൻ VPയും വിവരങ്ങൾ നൽകും. ബിജീഷിലേക്ക് ആദ്യം. ബിജീഷ്, ഒരു ദുഃഖം മാറിയിട്ടില്ല. വീട്ടുകാരൊക്കെ ഇപ്പോഴും അതിന്റെ ഒരു നടുക്കത്തിൽ തന്നെയായിരിക്കണം. കാരണം ജോലി സമ്മർദ്ദമുണ്ടെന്ന് വീട്ടുകാരോട് പറഞ്ഞിരുന്നു. പിന്നീട് മറ്റൊരു വാക്കും പറയാതെ പോയ അനീഷ് ജോർജിന്റെ മരണത്തിൽ ഒരു നാട് തന്നെ വിറങ്ങലിച്ച് നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇനിയിപ്പോൾ സംസ്കാരവുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ എന്താണ്? ജിൽസി, കുന്നരു AUP സ്കൂളിലെ പ്യൂണായിട്ടുള്ള അനീഷ് ജോർജ് ഇന്നലെ രാവിലെ 10:15 വീടിന്റെ 2ാമത്തെ നിലയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കി ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ മൃതദേഹം അനീഷ് ജോർജിന്റെ ഏറ്റുമുടുക്കയിലുള്ള വീട്ടിലെത്തിച്ചിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് 3 മണിക്കാണ് ഇപ്പോൾ സംസ്കാരം തീരുമാനിച്ചിരിക്കുന്നത്. ഈ മരണവുമായി ബന്ധപ്പെട്ട് അനീഷ് ജോർജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പയ്യന്നൂർ പോലീസ് ഇന്നലെ മുതൽ അന്വേഷണം ആരംഭിച്ചിരുന്നു. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആത്മഹത്യാക്കുറിപ്പുകളോ മറ്റോ ഒന്നും തന്നെ പോലീസിന് ലഭ്യമായിട്ടില്ല. ഒപ്പം തന്നെ ഇന്നലെ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിനകത്ത് മൃതദേഹത്തിൽ ഏതെങ്കിലും തരത്തിൽ സംശയാസ്പദമായ കാര്യങ്ങൾ കണ്ടെത്തുന്നതിനും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ലഭ്യമായിരിക്കുന്ന വിവരം. ഈ മരണം സംബന്ധിച്ച് ഇന്നലെ തന്നെ കണ്ണൂർ ജില്ലാ കളക്ടർ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് വിശദമായിട്ടുള്ള റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അതിനകത്ത് കളക്ടർ പറയുന്നത് ഈ ജോലിയുമായി ബന്ധപ്പെട്ട്, അതായത് എന്യൂമറേഷൻ ജോലിയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം മേലുദ്യോഗസ്ഥരുടെ ഭാഗത്ത് അനീഷ് ജോർജിന് ഉണ്ടായിട്ടില്ല എന്ന രേഖകളും ഒപ്പം തന്നെ മറ്റ് ഔദ്യോഗിക കാര്യങ്ങളും പരിശോധിച്ചുകൊണ്ട് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് പോലീസിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്. വ്യക്തിപരമായ ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം അനീഷ് ജോർജ് നേരിട്ടിരുന്നതായി കണ്ടെത്തിയിട്ടില്ലെന്നും ഇന്നലത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് കളക്ടർ നൽകിയ വിശദീകരണത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ നിൽക്കുമ്പോൾ തന്നെയാണ് കോൺഗ്രസ് മറുവാദവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് ഈ കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്തിലുള്ള 1-ാം വാർഡിലെ 18-ാം ബൂത്ത് ലെവൽ ഓഫീസറായിരുന്നു അനീഷ് ജോർജ്. അവിടെ ഈ എന്യൂമറേഷൻ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിൽ ബൂത്ത് ഏജന്റായി, കോൺഗ്രസിന്റെ ബൂത്ത് ഏജന്റായി പോയിരുന്ന വൈശാഖ് എന്ന് പറയുന്ന ആ 1-ാം ഡിവിഷനിലെ UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള ആള് ഈ BLOന്റെ കൂടെ പോകുന്നതിനെ CPM-കാർ എതിർത്തിരുന്നു എന്ന് പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്ന് കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട്. അതൊരു ഭാഗത്ത് നിൽക്കുന്നു. ഒപ്പം തന്നെ BJPയും ഇതുമായി ബന്ധപ്പെട്ട് CPM-ന്റെ സമ്മർദ്ദം എന്നുള്ള ആരോപണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. പക്ഷേ കണ്ണൂരിലുള്ള NGO അസോസിയേഷനും അതുപോലെ തന്നെ NGO യൂണിയൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇന്ന് പ്രതിഷേധവുമായി വലിയ തരത്തിൽ കലക്ടറേറ്റിലേക്ക് പ്രതിഷേധ പ്രകടനം ഉൾപ്പെടെ ആലോചിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും അനീഷ് ജോർജിന്റെ സംസ്കാരം വൈകിട്ട് 3 മണിക്കാണ്. ഇതിനിടയിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഈ മരണവുമായി ബന്ധപ്പെട്ട് മറ്റേതെങ്കിലും തരത്തിലുള്ള തെളിവുകളോ അല്ലെങ്കിൽ വിവരങ്ങളോ പുറത്തു വരുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഏറെ ശ്രദ്ധാപൂർവ്വം അല്ലെങ്കിൽ ഗൗരവത്തോടു കൂടി രാഷ്ട്രീയക്കാരും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ആൾക്കാരും കാത്തിരിക്കുന്നത്. ജിൽസി, ശരി. സഫ്വാൻ VP കൂടിയുണ്ട് തിരുവനന്തപുരത്ത്. സഫ്വാൻ, തിരുവനന്തപുരത്ത് ചേർന്ന സർവകക്ഷി യോഗത്തിലും വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെട്ടിരുന്നത് ഇത് തന്നെയായിരുന്നു. BLOമാർക്ക് ഇത് ഓവർ ബേർഡനാണ്, അമിത ഭാരം അവർക്ക് ചെലുത്തുന്നുണ്ട്, വലിയ മാനസിക സംഘർഷത്തിലേക്ക് അവർ പോകും. അതുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഈ ഒരേ സമയം ഈ ജോലിയും കൂടെ അവർക്ക് കൊടുക്കരുത്, ഇതിനുശേഷം സമയപോലും സൗകര്യപൂർവ്വം മാറ്റിവെക്കാവുന്നതേ ഉള്ളൂ എന്ന കാര്യം അവർ മുന്നോട്ട് വെച്ചപ്പോഴും ഈ വിഷയത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറൊക്കെ. അപ്പോൾ ഒരു അനീഷ് ജോർജിന്റെ മരണത്തിലേക്ക്, അങ്ങനെ രക്തസാക്ഷി കൂടി ഉണ്ടായ ഒരു ഘട്ടത്തിൽ എന്തായിരിക്കും ഇനി രാഷ്ട്രീയ പാർട്ടികളുടെ നീക്കം? സേഫ് സൂചിപ്പിച്ചതുപോലെ കിട്ടിയ അവസരങ്ങളിലെല്ലാം സർവീസ് സംഘടനകളും വിവിധ രാഷ്ട്രീയ പാർട്ടികളും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ചു ചേർത്ത യോഗങ്ങളിൽ ഇതിൻ്റെ അപ്രായോഗികതയെക്കുറിച്ച് വലിയ സംശയങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ BLOമാർക്ക് ഇതൊരു അധിക ബാധ്യതയാകാനുള്ള സാഹചര്യം ഉണ്ടാകും എന്നൊരു തരത്തിലുള്ള ആശങ്കയായിരുന്നു പ്രകടിപ്പിച്ചത്. ഇപ്പോൾ ഈ അനീഷ് ജോർജിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഈ വിഷയം കൂടുതൽ ഉയർത്താനാണ് സർവീസ് സംഘടനകളുടെ തീരുമാനം. ഇന്ന് സംസ്ഥാന വ്യാപകമായി സർവീസ് സംഘടനകൾ ഈ SIRമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നിർത്തിവെച്ച് ബഹിഷ്കരിച്ച് പ്രതിഷേധിക്കാനാണ് തീരുമാനം. എല്ലാ ജില്ലാ
ജില്ലാ കളക്ടറേറ്റിലേക്കും ജില്ലാ വരണാധികാരിയുടെ ഓഫീസിലേക്കും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഓഫീസിലേക്കും വിവിധ സർവീസ് സംഘടനകൾ മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട്, പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ട്. ഈ സർവീസ് സംഘടനകൾ ആദ്യം മുതലേ പറഞ്ഞിരുന്നത് 2022 23 വർഷം പഴക്കമുള്ള ഒരു പട്ടിക ഇത്തരത്തിൽ പരിഷ്കരിക്കാൻ വേണ്ടി വെറും ഒരു മാസം മുമ്പാണ് ഈ ഉദ്യോഗസ്ഥർക്ക്, ഒരു മാസമാണ് ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുന്നത്. ഇങ്ങനെ ഇത്ര ധൃതിപ്പെട്ട് ഇത് നടപ്പാക്കുമ്പോൾ ഉണ്ടാകുന്ന അപ്രായോഗികതയും ജോലി ഭാരവും ജോലി സമ്മർദ്ദവും നേരത്തെ തന്നെ സർവീസ് സംഘടനകൾ ഈ യോഗങ്ങളിലടക്കം ഉന്നയിച്ചിരുന്നു. രാഷ്ട്രീയ പാർട്ടികളും അത് ഏറ്റെടുക്കുന്നു. BJP അടക്കമുള്ള സംഘടനകളും ഈ സമയത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഇത് മാറ്റിവെക്കണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഗൽക്കറെ അറിയിച്ചതാണ്. രത്തൻ ഗൽക്കർ ഒരു ഘട്ടത്തിൽ അത് അംഗീകരിക്കുന്ന ഘട്ടം വരെ ഉണ്ടായെങ്കിലും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ SIRമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ആ ഒരു സാഹചര്യത്തിൻ്റെ, ആ ഒരു നിർബന്ധത്തിൻ്റെ, അങ്ങനെ ഒരു ധൃതി പിടിച്ചതിൻ്റെ രക്തസാക്ഷിയാണ് ഇപ്പോൾ അനീഷ് ജോർജ് എന്നാണ് ഈ സർവീസ് സംഘടനകളും വിവിധ രാഷ്ട്രീയ പാർട്ടികളും ഇതിനെതിരെ ഉയർത്തുന്നത്. ആ അർത്ഥത്തിൽ ഈ വിഷയം ഉയർത്തിക്കൊണ്ട് വലിയൊരു പ്രതിഷേധം ഉയർത്താനാണ് സർവീസ് സംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും തീരുമാനം. ഇന്ന് SIRമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ കേരളത്തിൽ ആരംഭിച്ചിട്ട് 14 ദിവസമായി. ഇന്നലെ 13ാമത്തെ ദിവസം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഈ ഒരു കണക്ക് പുറത്തുവിട്ടിരുന്നു. സംസ്ഥാനത്ത് ആകെ ഉള്ള വോട്ടർമാരുടെ എണ്ണമനുസരിച്ച് 94% ഇത്തരം ഫോമുകൾ വിതരണം ചെയ്തു എന്നാണ് കമ്മീഷൻ പറയുന്നത്. ഈ ഡിസംബർ 9 കൂടി കരട് പട്ടിക പ്രസിദ്ധീകരിക്കാനുള്ള ഒരു തീവ്ര ശ്രമത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉള്ളത്. സൈഫു സൂചിപ്പിച്ചതുപോലെ ഈ ഘട്ടത്തിൽ തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ഈ സമയത്തിനുള്ളിൽ തന്നെയാണ് നടക്കുന്നത്. സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ടും ഈ ഉദ്യോഗസ്ഥർക്ക് ജോലി ഉണ്ടാകും, തെരഞ്ഞെടുപ്പ് ചുമതലയുണ്ടാകും. ഇതൊക്കെ കൂടി ഈ ഒരു കാര്യത്തിലേക്ക് നയിച്ചു എന്നുള്ളൊരു ആവശ്യം തന്നെയായിരിക്കും ഇന്ന് സംസ്ഥാന വ്യാപകമായിട്ടുള്ള പ്രതിഷേധത്തിലും ഈ സംഘടനകളും സർവീസ് സംഘടനകളും ഉയർത്താൻ സാധ്യതയുള്ളത്. സൈഫു ജിൽസിദ്.